ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ് ഗൈസ്, ഫൈനലി ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ T20 സീരീസിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ആ സ്ക്വാഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അഭിഷേക് ശർമ്മ, മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ ആണുള്ളത്. അതുപോലെ തന്നെ റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ്, നിതീഷ് കുമാർ റെഡ്ഡി, ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, ജിതേഷ് ശർമ്മ, അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, മയങ്ക് യാദവ് എന്നിങ്ങനെയാണ് ആ ഒരു സ്ക്വാഡ് ഉള്ളത്. തീർച്ചയായിട്ടും ഒരു മികച്ച സ്ക്വാഡ് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ യുവ പേസർമാരായിട്ടുള്ള മയങ്ക് യാദവ്, ഹർഷിത് റാണ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരൊക്കെ തന്നെയാണ് പുതുമുഖങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയും സ്ക്വാഡിലുണ്ട്. ഏതായാലും സഞ്ജു സാംസൺ തന്നെയായിരിക്കും മെയിൻ വിക്കറ്റ് കീപ്പർ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശുഭ്മൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർക്കൊക്കെ വിശ്രമം നൽകിക്കൊണ്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരെ ടീമിലേക്ക് പരിഗണിച്ചിട്ടുമില്ല. ഗെയ്സ്, ഈ ഒരു സ്ക്വാഡ് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിഷേക് ശർമ്മ സ്ക്വാഡിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും ഓപ്പണറായിട്ട് ഇറങ്ങും. പക്ഷേ പിന്നീട് ഒരു ബാക്കപ്പ് ഓപ്പണറായിട്ട് മറ്റാരാണ് നിലവിൽ ഈ ഒരു സ്ക്വാഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും സഞ്ജു സാംസൺ തന്നെ ഓപ്പണറായിട്ട് കളിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഏതായാലും വൺ ഡൗൺ ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ അഭിഷേക് ശർമ്മയോടൊപ്പം സഞ്ജു സാംസണെ ഓപ്പണർ റോളിൽ കണ്ടാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും ഈ ഒരു ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള ആദ്യ T20 മത്സരം ഈ വരുന്ന ഒക്ടോബർ 6 ഞായറാഴ്ചയാണ് നടക്കുന്നത്. രാത്രി 7 മണിക്ക് കളി നടക്കുന്നു. പിന്നീട് ഒക്ടോബർ 9, ഒക്ടോബർ 12 എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെയാണ് 3 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പര നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഏതായാലും കിടിലൻ മത്സരങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ വിജയിച്ചു കയറും, പരമ്പര തൂത്തുവാരുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.